കുട്ടികളെ, ഇന്ന് നമുക്കൊരു കാക്കയുടെ കഥ കേട്ടാലോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചിങ്കിക്കാക്കയുടെ കഥയാണ്. ഒരു ശാന്തമായ ഗ്രാമത്തിൽ റിങ്കു എന്നു പേരുള്ള ഒരു വയസ്സായ കാക്കയും അവന്റെ കുസൃതിക്കാരനായ മകനും താമസിച്ചിരുന്നു. ഒരു വേപ്പു മരത്തിലായിരുന്നു അവരുടെ താമസം. റിങ്കു ജ്ഞാനിയും ദയയുള്ളവനുമായിരുന്നു. ചിങ്കി തന്റെ തന്ത്രങ്ങൾക്കും സ്വാർത്ഥ പെരുമാറ്റത്തിനും പേരുകേട്ടവനായിരുന്നു. അവൻ പലപ്പോഴും തിളങ്ങുന്ന വസ്തുക്കൾ മോഷ്ടിക്കുകയും ചെറിയ പക്ഷികളെ ഭയപ്പെടുത്തുകയും പോകുന്നിടത്തെല്ലാം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം റിങ്കു ചിങ്കിയോട് മുന്നറിയിപ്പ് നൽകി. മകനേ, നിന്റെ പ്രവൃത്തികൾ ഒരു ദിവസം നിന്നെ കുഴപ്പത്തിലേക്ക് നയിക്കും. ദയയും സത്യസന്ധതയുമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ നിധികൾ. എന്നാൽ ചിങ്കി ചിരിച്ചുകൊണ്ട് കൂടുതൽ വികൃതികൾ തേടി പറന്നുപോയി. ഇതൊന്നും അവൻ കേട്ടതേയില്ല. ഒരു ദിവസം ചിങ്കി ഒരു കർഷകന്റെ ജനാലയിൽ തിളങ്ങുന്ന ഒരു സ്വർണ്ണ മോതിരം കണ്ടു. അച്ഛന്റെ ഉപദേശം അവഗണിച്ച് ചിങ്കി പെട്ടെന്ന് താഴേക്ക് ചാടി ആ മോതിരം തട്ടിയെടുത്തു. കർഷകൻ അവനെ കണ്ട് അലറി, "കള്ളൻ! ആ കാക്ക എന്റെ മോതിരം മോഷ്ടിച്ചു!" കർഷകൻ വല ഉപയോഗിച്ചൊരു കെണിയൊരുക്കി ചിങ്കിയെ ആകർഷിക്കാൻ കൂടുതൽ തിളങ്ങുന്ന വസ്തുക്കൾ വെച്ചു. പിറ്റേന്ന് അത്യാഗ്രഹത്താൽ അന്ധനായ ചിങ്കി കെണിയിൽ വീണു. അവൻ നിരാശയോടെ കരയുമ്പോൾ കർഷകൻ ഒരു വടിയുമായി അടുത്തുവന്നു. ചിങ്കിയുടെ നിലവിളി കേട്ട് റിങ്കു കർഷകന്റെ അടുത്തേക്ക് പറന്നു വന്ന് ഉറക്കെ കരഞ്ഞു. റിങ്കു ശേഖരിച്ച വിത്തുകൾ താഴേക്കിട്ടുകൊണ്ട് തന്റേതായ രീതിയിൽ ക്ഷമാപണം നടത്തി. റിങ്കുവിന്റെ ആംഗ്യത്തെ മനസ്സിലാക്കിയ കർഷകൻ ചിങ്കിയെ സ്വതന്ത്രമാക്കാൻ തീരുമാനിച്ചു. പക്ഷേ, നിന്റെ മകനെ നല്ല പെരുമാറ്റം പഠിപ്പിക്കൂ, അല്ലെങ്കിൽ അടുത്ത തവണ അവന് ഭാഗ്യം ഉണ്ടാകില്ല എന്ന് മുന്നറിയിപ്പും നൽകി. കൂട്ടിൽ തിരിച്ചെത്തിയപ്പോൾ റിങ്കു ചിങ്കിയോട് പറഞ്ഞു, നിന്റെ അത്യാഗ്രഹവും ദുഷ്ടതയും നിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ പോകുന്നു. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എപ്പോഴും നിന്നെ നല്ലവനായിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ലജ്ജയും വിനയവും കൊണ്ട് ചിങ്കി തന്റെ തെറ്റുകൾ മനസ്സിലാക്കി തന്റെ വഴികൾ മാറ്റാമെന്ന് വാഗ്ദാനവും ചെയ്തു. ആ ദിവസം മുതൽ ചിങ്കി മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. പതുക്കെ ഗ്രാമത്തിലുള്ള പക്ഷികളുടെ വിശ്വാസവും ആദരവും അവൻ തിരിച്ചു പിടിച്ചു. ദുഷ്ടന്മാർക്കും നന്മ ചെയ്യാൻ പഠിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് തന്റെ മകൻ ഒരു മികച്ച കാക്കയായി വളരുന്നത് കണ്ട് റിങ്കു അഭിമാനിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.